ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ തോൽവി പ്രവചിച്ച് കോൺഗ്രസ്. രമ്യയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് മണ്ഡലം തോറും സ്ഥാനാർത്ഥികളെ നിർത്തും. മുതലാളിമാർ വിളിച്ചാൽ വിളിപ്പുറത്ത്. പാർട്ടി അണികൾ കാണാനെത്തിയാൽ പനിയെന്ന് പറഞ്ഞ് വാതിലടയ്ക്കും. രമ്യക്കെതിരെ നിരവധി ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ രമ്യ ഹരിദാസിനെ തന്നെ മത്സരിപ്പിക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി തൃശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും രംഗത്തെത്തി. രമ്യക്കെതിരെ അവസാന നിമിഷം നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാരമ്പര്യമുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി പരമാവധി കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ചർച്ച നടക്കുന്നത്. ചിലരാകട്ടെ രമ്യ ഹരിദാസിനെതിരെ ഇടതുപക്ഷത്തിനായി പ്രചരണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ കാണാനോ ഫോൺ എടുക്കാനോ തയ്യാറാകാത്ത രമ്യ ഇതേ സ്ഥലങ്ങളിൽ പണക്കാരുടെ ചടങ്ങുകളിലും വീടുകളിലും എത്തുന്നത് പതിവാണെന്നും പ്രവർത്തകർ ആരോപിക്കുന്നു. കുന്നംകുളം മണ്ഡലത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ളവയുൾപ്പെടെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ചടങ്ങുകളിൽ സ്ഥിര സാന്നിധ്യമാകുന്ന MP തൊട്ടടുത്ത പാർട്ടി ഓഫീസിൽ ഒന്ന് കയറാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. മണ്ഡലത്തിൽ എത്തുമ്പോൾ അത് പ്രവർത്തകരെ അറിയിക്കുന്നില്ല. തുടങ്ങിയവയാണ് രമ്യ ഹരിദാസിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. അടിയന്തര ആവശ്യങ്ങൾക്ക് MP കാണാനെത്തിയാൽ ശാരീരിക അസ്വസ്ഥതകൾ പറഞ്ഞ് കാണാൻ തയ്യാറാകാതിരിക്കുകയും എന്നാൽ അതേസമയം മറ്റ് സ്വകാര്യ ചടങ്ങുകളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. ഒരു പൊതുപ്രവർത്തകയുടെ രീതിയിലല്ല രമ്യ പെരുമാറുന്നതെന്നും അടിയാൻ അടിമ സ്വഭാവമാണ് ഇവർ പുലർത്തുന്നതെന്നുമാണ് കുന്നംകുളം മണ്ഡലത്തിലെ പ്രവർത്തകരുടെ പരാതി. മണ്ഡലം പ്രസിഡന്റുമാരെ തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് നിയമിക്കുകയും പാർട്ടിയിലെ സജീവ പ്രവർത്തകരെ തഴയുകയും ചെയ്തു. ഇതിൻ്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന് അന്നേ ഓർമ്മപ്പെടുത്തിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി ബൂത്തടിസ്ഥാനത്തിലുള്ള വോട്ടു ചേർക്കൽ നടന്നിരുന്നില്ല എന്നത് തന്നെ നീക്കത്തിൻ്റെ തുടക്കമായി കണക്കാക്കിയിരുന്നു. സ്ഥാനാർത്ഥി രമ്യ എന്നറിഞ്ഞിട്ടും സോഷ്യൽ മീഡിയകളിൽ പോലും പ്രവർത്തകർ പോസ്റ്ററോ മറ്റോ പങ്കുവച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുപ്പിൽ CPM ജയിച്ചാലും ഡൽഹിയിൽ കോൺഗ്രസ് മുന്നണിക്ക് കയ്യുയരുമെന്നിരിക്കെ രമ്യ ഹരിദാസിനെ പോലെ ഒരു MP മണ്ഡലത്തിന് വേണ്ടെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നിലപാട്. പാലക്കാട് മണ്ഡലങ്ങളിൽ MV ഗോപിനാഥൻ്റെ പാർട്ടി മാറ്റവും തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും സിറ്റിംഗ് സീറ്റ് തിരിച്ചുപിടിക്കാമെന്ന CPMൻ്റെ വിശ്വാസത്തിന് ആഴം കൂട്ടും. എൻലൈറ്റ് ന്യൂസ്, പാലക്കാട്.